നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ചാനൽ 91 ഈ വാർത്ത തുടങ്ങുന്നു. മദ്യപിച്ച് KSRTC ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെയും KSRTCയിലെ മറ്റ് ജീവനക്കാർക്കെതിരെയും അതിശക്തമായ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കിയ മന്ത്രി ഗണേഷ് കുമാറിന് ബിഗ് സല്യൂട്ട്. നമ്മൾ തലയിൽ കൈവച്ചുകൊണ്ട് ഭയപ്പെട്ടു പോകുന്ന വാർത്തകളാണ് ഡ്യൂട്ടിക്കിടയിലെ KSRTC ഡ്രൈവർമാരുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ പരിശോധനയിൽ 42 ഡിപ്പോകളിൽ നിന്നും 53 പേരെയാണ് ഡ്യൂട്ടിയിൽ മദ്യപിച്ചതിന് പിടികൂടിയത്. ഇതിൽ 98% ഡ്രൈവർമാരാണ്. മറ്റു ചിലരിൽ നിന്ന് മദ്യം പിടികൂടി. വിശ്വസിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം, യാത്രക്കിടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഡിപ്പോയിൽ ബസ് നിർത്തിയിട്ട ശേഷം മദ്യപിച്ച് തിരികെ എത്തി വാഹനം വീണ്ടും ഓടിക്കുന്നു എന്നതാണ്. എത്ര അധികം വിശ്വസിച്ചും സുരക്ഷിത യാത്രയെന്ന് കരുതിയുമാണ് നമ്മൾ നമ്മുടെ സ്വന്തം വാഹനമായ ആനവണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. 100 കണക്കിന് ആളുകളുടെ ജീവൻ സുരക്ഷയാണ് ഡ്രൈവറുടെ കൈകളിൽ അമർന്നിരിക്കുന്ന വളയം. അങ്ങനെയുള്ളയാൾ മദ്യപിച്ച് ലെക്ക് കെട്ട് ബ്രേക്ക് ഏത് ആക്സിലേറ്റർ ഏത് എന്നറിയാതെ ഡ്രൈവ് ചെയ്യുന്നത് എന്തൊരു ദുഷ്ടതയാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ മനുഷ്യ ചാവേറുകൾക്ക് തുല്യരാണെന്ന് മുൻപൊരിക്കൽ ഡൽഹി സെഷൻസ് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ KSRTC ജീവനക്കാർ രാവിലെ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ ബ്രീത്ത്ലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. മദ്യപിച്ചെന്ന് തെളിഞ്ഞാൽ 1 മാസത്തേക്ക് ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യും. ഇനി ഡ്യൂട്ടിക്കിടയിൽ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയാൽ സസ്പെൻഷൻ കാലാവധി 3 മാസമാണ്. ഈ സസ്പെൻഷൻ കാലാവധിയിൽ ശമ്പളമോ മറ്റു യാതൊരു വിധമായ ആനുകൂല്യങ്ങളോ നൽകില്ല. അതിനും അപ്പുറം തന്നെ ഈ ജീവനക്കാരെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി നിരീക്ഷിക്കുകയും ചെയ്യും. 2018 ഇടുക്കിയിൽ 80 യാത്രക്കാരുമായി ഒരു തമിഴ്നാട് സർക്കാർ ബസ് കൊക്കയിലേക്ക് മറിയാൻ തുടങ്ങവേ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ കൈകൊണ്ട് 1 മണിക്കൂറോളം ബസ്സിനെ താങ്ങി നിർത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. ആ ബസ് ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു. ഹരിയാനയിലെ ഉൻഹനി ഗ്രാമത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് 6 കുട്ടികൾ മരണമടഞ്ഞ സങ്കട വാർത്തയിലും വില്ലൻ മദ്യപിച്ചിരുന്ന ഡ്രൈവർ തന്നെ. കേരളത്തിൽ ഒരു വർഷം 42,000 വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നു. 4,000-ലധികം പേർ മരിക്കുന്നു. 20,000 പേരിലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. മദ്യപിച്ച് വാഹനമോടിക്കുന്നതും അമിത വേഗവും തന്നെയാണ് എല്ലാ അപകടങ്ങൾക്കും കാരണം. അധികൃതർ ഇത്തരം അപകടങ്ങളിൽ ശക്തമായി ഇടപെടുന്നില്ല എന്നതാണ് സത്യം. മദ്യപിച്ചും മറ്റ് ലഹരികൾ ഉപയോഗിച്ചും വാഹനം ഓടിക്കുന്നവരെ പിടികൂടി വലിയ ശിക്ഷ തുകകൾ ചാർത്തി കഠിനമായ ശിക്ഷാ നടപടികളെടുത്ത് ആവർത്തിച്ചുള്ള അപകടങ്ങളിലെ ലൈസൻസ് തന്നെ റദ്ദ് ചെയ്താൽ കേരളത്തിലെ വാഹന അപകടങ്ങൾ കുറയുക തന്നെ ചെയ്യും. സേഫ് ഡ്രൈവ്, സേവ് ലൈഫ്. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.